ഡയറക്റ്റ് എവിക്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് നിങ്ങളുടെ എല്ലാവരും. എന്താണ് നിങ്ങളുടെ ഐകകണ്ഠ്യേനയുള്ള തീരുമാനം? അപ്പൊ ഒന്ന് പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ. അതായത് നമ്മളെ റോക്കിനെ പവർ റൂമിലെ ആൾക്കാർ എവിക്റ്റ് ചെയ്യാൻ പോവാണ്. അവർക്കൊരു പവർ റൂമിലെ ആൾക്കാർക്ക് ഡിസൈഡ് ചെയ്യാം റോക്കിക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന്. എന്തിനുള്ളതാന്ന് വെച്ചാൽ ഇന്നലെ റോക്കി ഒരു പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാക്കി. അതായിരിക്കും, അത് തന്നെയാണ്. കാരണം ബിഗ് ബോസിന്റെ നിയമത്തിന് അവിടെ ഒരു കുറെ നിയമങ്ങളുണ്ടല്ലോ. അതായത് അവിടുത്തെ പ്രോപ്പർട്ടി ഒന്നും കേടുവരുത്താൻ പാടില്ല, മനഃപൂർവ്വം കേടുവരുത്താൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ട്. അത് എല്ലാവർക്കും അറിയണതാ. പക്ഷെ ഇന്നലെ നമ്മളെ റോക്കി പ്രൊവോക്ഡ് ആയിട്ട് അത് പോയി ഇടിച്ച് പൊട്ടിച്ച് ചെറുതായിട്ടൊന്ന് അവിടെ ഒരു ക്രാക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ബിഗ് ബോസ് പറഞ്ഞു നമ്മുടെ പവർ റൂമിലെ മെമ്പേഴ്സിന് എന്ത് ശിക്ഷ റോക്കിക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാന്ന്. അങ്ങനെ അവരൊരു തീരുമാനം എടുത്തതാണ് തോന്നുന്നു എവിക്ഷൻ. അതിന് എവിക്ഷൻ തന്നെയാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നല്ല അടിപൊളി പ്രൊമോ ആണ്. നമുക്ക് ഇന്ന് കാണാം. ഇനിയിപ്പോ ആ ശിക്ഷ കൊടുക്കണ്ടോ അതോ മാറ്റിയൊന്നും അറിയില്ല. പക്ഷെ അവർ ഉള്ളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്, അവർ എവിക്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെയൊക്കെ എവിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പവർ റൂമിലെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് എവിക്ഷനൊക്കെ നടക്കുമോ അതറിയില്ല. പിന്നെ ഇന്ന് രാവിലെ തന്നെ മോർണിംഗിലെ അവിടെ നല്ല അടി നടന്നുകൊണ്ടിരിക്കുക. റീസൺ എന്താന്ന് വെച്ചാൽ ജാസ്മിൻ ബാത്റൂമിൽ കിടന്നിട്ട് ഒന്ന് ഉറങ്ങി, ഒന്ന് മയങ്ങി. അപ്പോൾ പട്ടി കുറച്ചപ്പോൾ റോക്കിക്ക് മനസ്സിലായി അത് ജാസ്മിൻ ആണെന്ന്. റോക്കി അത് പറയുന്നുണ്ട് എല്ലാവരോടും, പക്ഷെ അത് ജാസ്മിൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ സിജോ എല്ലാവരും ഇതിന്റെ പുറകെ ആര് ഉറങ്ങിയതാണ് പട്ടി കുറച്ചത്. അപ്പൊ ജാസ്മിനാന്ന് മനസ്സിലായി. അപ്പൊ ജാസ്മിൻ പറഞ്ഞു ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ തൂങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഉറങ്ങിയിട്ടില്ല പറഞ്ഞു. അങ്ങനെ ജാസ്മിൻ എന്നതിന് പണിഷ്മെന്റ് കിട്ടി. അതായത് 2 days അത് ബിഗ് ബോസ് പവർ റൂമുകാരോട് പറഞ്ഞു. ബാക്കി എല്ലാവർക്കും റോക്കിയൊക്കെ പറഞ്ഞു ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ ശിക്ഷ, അതുപോലെ ജാസ്മിന് കൊടുത്തേ പറ്റൂ പറഞ്ഞു. അങ്ങനെ ജാസ്മിന് 2 ദിവസം വെസൽ ക്ലീനിങ് ആണ് ശിക്ഷ കിട്ടിയത്. അവിടെ ഇപ്പോ രാവിലെ നല്ല അടിയായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ട് ആ ഒരു പിന്നെ വാക്കുതർക്കത്തിൽ എല്ലാവരും ഉണ്ട്. ശരണ്യ, ശ്രീത്തൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ട്. നല്ല അടിപൊളി പോയിന്റാ. ശരണ്യൊക്കെ പറയേണ്ട ഒരുപാട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഗബ്രി ജാസ്മിന് കൂടി അപ്പോഴും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പറയും അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരണ്യ പോയി ചോദിക്കുന്നുണ്ട് നിങ്ങളാണ് നിങ്ങളെ എങ്ങനെ പറയിപ്പിക്കണത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും ജാസ്മിനും ഗബ്രി ഇങ്ങനെ കൂടി ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് അത് ഇത് ജാസ്മിന്റെ വീട്ടുകാരോട് മൈക്കിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് എല്ലാവരും മനസ്സിലാക്കണം, ഒരിക്കലും സങ്കടപ്പെടരുത്, പഠിച്ചോനെ വിചാരിച്ച് സങ്കടപ്പെടരുത്. ഇവിടെ അങ്ങനത്തെ ഒരു റിലേഷനോ ഒന്നുമല്ല. വേറെ ഏതോ ഒരാളുടെ കൂട്ടരെ ആരുടെയോ പേര് പറഞ്ഞു, അത് മ്യൂട്ട് ചെയ്തു. അവന്റെ പോലെയാണ് എനിക്ക് ഇവൻ എന്നൊക്കെ പറഞ്ഞു. ആർക്കറിയാം. പക്ഷെ എന്തോ ഇത് ഒരു മലയാളീസിനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കളികളായിരുന്നു ഇത്രയും ദിവസം. ഇനിയിപ്പോ ഇത്രയും പേര് അതിന്റെ ഉള്ളിലുള്ള എല്ലാവരും ഇവർക്കെതിരെ ഇവരുടേത് ഒരു റോങ് ആയിട്ടാ തോന്നുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് ഇനി ഇവർ കളിയിൽ ചേഞ്ച് വരുത്തോ, ഇനി ഇവർ രണ്ടുപേരും കൂടി അതിൽ നിന്നൊന്ന് മോചിതരാവോന്നുണ്ടെങ്കിൽ നല്ലത്. അപ്പൊ അവർക്ക് ഗെയിം നന്നായി കളിക്കാം. ഇനി ചെയ്യോന്ന് അറിയില്ല. പക്ഷെ ഇവര് എപ്പോഴും കൈയും പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കണം. ഇവരെന്തോ മറ്റേ എനിക്ക് ഏതൊക്കെയോ സിനിമയൊക്കെ ഓർമ്മ വരണം. അതുപോട്ടെ. പിന്നെ എന്താ പറയാ, ഇന്ന് മോർണിംഗ് ടാസ്കിൽ അതുപോലെ മോർണിംഗ് ടാസ്ക് കിട്ടിയത് ശ്രീതുന ഓരോരുത്തരെ പറ്റിയിട്ട് അഭിപ്രായം പറയണം. ശ്രീതു കറക്റ്റായിട്ട് അഭിപ്രായം പറഞ്ഞു. അതിൽ ജാസ്മിനോടും ഗബ്രീനോടും പറഞ്ഞു ഇതന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് പറഞ്ഞു. രണ്ടുപേരും അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ തന്നെ ശ്രീതു പറഞ്ഞു. ഓരോരുത്തരെ പറ്റിയും പറഞ്ഞു. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം കേട്ടോ, ഒന്നൊരു വലിയ ആക്റ്റീവ് അല്ലാത്ത അൻസിബേനെ പറ്റിയിട്ട് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. അൻസിബേനെ പറ്റിയിട്ട് ആരും ഒരു നെഗറ്റീവ് പറയാൻ പാടില്ല. അതായത് ശ്രീതു പറഞ്ഞു സത്യം തോന്നുന്നു, ഒരു മൂലക്കിൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞു. എല്ലാത്തിലും ഉണ്ട് പക്ഷെ ഒരു മൂലക്കിൽ ഇരിക്കും, ഒരുപാട് ആക്റ്റീവ് അല്ല എന്നുള്ള രീതിയിൽ. അത് സത്യമാണ്. അത് അൻസിബയ്ക്ക് പറ്റിയില്ല. അൻസിബയ്ക്ക് എപ്പോഴും സ്ക്രീൻ സ്പേസ് കിട്ടണം. എപ്പോഴാണെന്നറിയോ, മോർണിംഗ് ടാസ്കിൽ ആരെങ്കിലും അൻസിബേനെ പറ്റിയിട്ട് ഈ ഒരു അഭിപ്രായം പറയും. അപ്പൊ പിന്നെ അൻസിബയ്ക്ക് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടും. കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് അൻസിബ ഇതിനെ കുറിച്ചിട്ട് എല്ലാവരോടും കുറ്റം പറയും. അവളെന്തിനാ അങ്ങനെ പറഞ്ഞു, ഞാൻ എവിടെ മൂലക്കിരിക്കണേ, എനിക്ക് അറിയണ കാര്യങ്ങളിലും എനിക്ക് വേണ്ട തോന്നിയ കാര്യങ്ങളിൽ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ പറയും. എന്തായാലും അതൊക്കെ അപ്പൊ അവിടെ ആർക്കും ആരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാനത് മാറാം, കുറച്ച് ഞാൻ അങ്ങനെയാണല്ലേ, അങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും അവരെ പറ്റിയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അതേപോലെ സുരേഷ് പറഞ്ഞ അവർക്കും അതെ, സുരേഷിനെ പറ്റിയിട്ട് സുരേഷിന് ചെറിയൊരു ഫേവറീസ് ഉണ്ടായിരുന്നു നോറേനോട് എന്ന് ശ്രീതു പറഞ്ഞു പോയി. അതും അപ്പൊ അയാളും അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അയാൾ സംസാരിക്കണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ആരും ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല, സംസാരം ഇതൊക്കെയാണ്. എന്തായാലും ഇനി റോക്കിക്കുള്ള ശിക്ഷ എവിക്ഷൻ ഉണ്ടാവോ എന്നൊന്നും അറിയില്ല.
എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, ലൈവ് കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എവിക്ഷൻ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമോ അറിയില്ല, നോക്കാം. എന്തായാലും പവർ റൂമിലെ ആൾക്കാർ അതാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് പിന്നെ വരാം.